നഗരമധ്യത്തിൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് 2 പേർ ഓഫീസിലുണ്ടായിരുന്നു. വലിയ ശബ്ദത്തോടെ സ്ഥാപനത്തിലെ ജനൽ ചില്ല് പൊട്ടിത്തെറിച്ച് റോഡിലേക്ക് വീണതും പുക ഉയരുന്നതുമാണ് നാട്ടുകാർ ആദ്യം കണ്ടത്. ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഭയങ്കര ശബ്ദമായിരുന്നു. ഈ കണ്ണാടിയും പിന്നെ ഈ ലൈറ്റും അതും എല്ലാം വീണ് ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വെളിയിൽ ഇറങ്ങി ഓടി. ഓഫീസിലേക്ക് കയറിപ്പോകാൻ ചെറിയ കോണിപ്പടികൾ മാത്രമാണുള്ളത്. സമീപത്തെ കടകളിലേക്ക് തീ പടരാത്തത് നാശനഷ്ടങ്ങളുടെ തീവ്രത കുറച്ചു. ഇത് ഒരു 1:45 കൃത്യമായിട്ട് നടന്നത്. ഫ്രണ്ടിൽ നിന്നാണ് തീ പൊട്ടി അകത്തോട്ട് പോയത്. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അകത്ത് ആളുള്ളതെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്ത് നല്ലവണ്ണം ശക്തിയായിട്ട് അടിച്ച് ആ തീ അണച്ചു. തീ ആളിപ്പടർന്നതോടെ ഓഫീസിലെ ഉപകരണങ്ങളും ഫയലുകളും പൂർണ്ണമായും കത്തിനശിച്ചു. സ്ഥാപനത്തിലുണ്ടായിരുന്ന 2 പേരും അഗ്നിക്കിരയായി. അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോഡി കയറ്റിയത്. അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഫയർഫോഴ്സുകാർ വന്ന് ബോഡി എടുത്ത് കയ്യിൽ നിന്ന് ഞങ്ങളാ കൊണ്ട് ആംബുലൻസിൽ കയറ്റിയത്. 7 വർഷമായി പാപ്പനംകോട് സ്വദേശി വൈഷ്ണ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. മരിച്ച രണ്ടാമത്തെയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ജീവനക്കാരിയും മറ്റൊരാൾ ആരാണ് തിരിച്ചറിയാത്ത ഒരു കൺസ്യൂമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെയാൾ പുരുഷനാണെന്നാണ് സംശയം. വൈഷ്ണയുടെ ഭർത്താവിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. AC പൊട്ടിത്തെറിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 24 മണിക്കൂറിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് സബ് കളക്ടർക്കുള്ള നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.